ആളുണ്ട്, ആരവമുണ്ട്, പറയാനൊരു രാഷ്ട്രീയമുണ്ട്, അത് പ്രയോഗവൽക്കരിക്കാൻ ഒരു സംഘടനയുമുണ്ട്, നയിക്കാൻ നേതാവുമുണ്ട്. നേതാവിൻ്റെ പേര് ജോസഫ് വിജയ്. പക്ഷേ സ്റ്റാലിൻ എന്ന അതികായനോടും DMK എന്ന സുശക്തമായ സംഘടനാ ശരീരത്തോടും ഏറ്റുമുട്ടുമ്പോൾ അതുമാത്രം പോരാ. തന്ത്രങ്ങൾ മെനയാനുള്ള തലച്ചോറ് കൂടി വേണം. അത് മറ്റാരേക്കാളും നന്നായി അറിയുന്ന ആളു തന്നെയാണ് വിജയ്. കാരണം അയാൾ ഒരു സുപ്രഭാതത്തിൽ രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് രംഗത്ത് വന്നതല്ല. വർഷങ്ങളായുള്ള തയ്യാറെടുപ്പിന് ശേഷമാണ് വിജയ് തൻ്റെ രാഷ്ട്രീയ പാർട്ടിയായ TVK പ്രഖ്യാപിച്ചത്. 15 മാസങ്ങൾക്കപ്പുറം നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വെട്രിക്കൊടി പാറിക്കാൻ തന്നെയാണ് വിജയ് ലക്ഷ്യം വെക്കുന്നത്. അവിടെയാണ് വിജയുടെയും പ്രശാന്ത് കിഷോർ എന്ന ഹൈപ്പേഡ് പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റിൻ്റെയും കൂടിക്കാഴ്ച എതിരാളികളുടെ ചങ്കിടിപ്പ് കൂട്ടുന്നത്. ചെന്നൈയിലെ പനയൂരിലെ TVK ആസ്ഥാനത്തെത്തി തിരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ പ്രശാന്ത് കിഷോർ വിജയുമായി കൂടിക്കാഴ്ച നടത്തിയതിൻ്റെ വാർത്തകൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. അടുത്തിടെ VCK വിട്ട് TVKയിലെത്തിയ മാധവ് അർജുനാണ് കൂടിക്കാഴ്ചയ്ക്ക് ചുക്കാൻ പിടിക്കുന്നത്. മാധവിനെയാണ് തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളുടെ ചുമതല വിജയ് ഏൽപ്പിച്ചിരിക്കുന്നത്. TVK AIADMK സഖ്യത്തിൻ്റെ ചർച്ചകൾ നടക്കുന്നു എന്ന വാർത്തകൾ പുറത്തു വരുന്നതിനിടയിലാണ് സഖ്യങ്ങൾ ഉണ്ടാക്കാനും അവ വിജയത്തിലേക്ക് എത്തിക്കാനും പ്രത്യേക വൈഭവമുള്ള പ്രശാന്ത് കിഷോറിൻ്റെ സന്ദർശനമെന്നതും ശ്രദ്ധേയമാണ്. കഴിഞ്ഞ കുറച്ചു നാളുകളായി ADMKയുടെ ക്യാമ്പയിനുകൾ പ്രശാന്ത് കിഷോറിൻ്റെ തന്ത്രങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് പ്രശാന്ത് കിഷോർ വിജയിയെ കാണുമ്പോൾ സഖ്യസാധ്യതകൾ വീണ്ടും ചർച്ചയാകുന്നത്. നിലവിലെ സാഹചര്യത്തിൽ TVK ഒറ്റയ്ക്ക് നിന്ന് മത്സരിച്ചാൽ എന്താകും വിധി എന്നതിനെക്കുറിച്ച് യാതൊരു ധാരണകളുമില്ല. കാരണം അവരുടെ ആദ്യത്തെ തിരഞ്ഞെടുപ്പാണ് നടക്കാൻ പോകുന്നത്. TVKക്ക് സ്വന്തമായി 20% വോട്ട് നേടാനാകുമെന്നാണ് പ്രശാന്ത് കിഷോറിൻ്റെ നിഗമനം. അങ്ങനെ വന്നാൽ അതിനോടൊപ്പം ADMKയുടെ ഉറച്ച വോട്ടുകൾ മാത്രം ചേർന്നാലും വിജയം ഉറപ്പിക്കാനായേക്കും. അങ്ങനെ ഒരു സഖ്യം സാധ്യമായാലും അത് TVKക്ക് ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യുമെന്ന് വിശ്വസിക്കുന്നവർ ആ പാർട്ടിയിൽ തന്നെയുണ്ട്. അതിനാൽ സഖ്യ ചർച്ചകൾ ഫലം കാണുമോ എന്നത് കണ്ടറിയേണ്ടതാണ്. വിജയിയെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി അംഗീകരിക്കുന്നവരെ മാത്രമേ സഖ്യത്തിൽ ചേർക്കുകയുള്ളൂവെന്ന് TVKയും വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ മാസങ്ങൾ മാത്രം പ്രായമുള്ള പാർട്ടി എങ്ങനെയാണ് വർഷങ്ങളുടെ പാരമ്പര്യമുള്ള തങ്ങളുമായി വിലപേശുകയെന്നത് അണ്ണാ DMKയിലും കലാപക്കൊടി ഉയർത്താൻ വഴിവെക്കുന്നുണ്ട്. അണ്ണാ DMK TVK സഖ്യത്തിനായി BJPയും ചരടുവലിക്കുന്നുണ്ട്. സ്വന്തം പാർട്ടി രൂപീകരിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കെയാണ് പ്രശാന്ത് കിഷോർ വിജയിയെ കാണാൻ തമിഴ്നാട്ടിലേക്ക് വണ്ടി കയറുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ MK സ്റ്റാലിന് വേണ്ടി തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ മെനഞ്ഞത് പ്രശാന്ത് കിഷോറിൻ്റെ ഐപാക് എന്ന സ്ഥാപനവും സ്റ്റാലിൻ്റെ മരുമകൻ ശബരീശൻ്റെ പെൻ എന്ന സ്ഥാപനവും ഒരുമിച്ചായിരുന്നു. എന്നാൽ തിരഞ്ഞെടുപ്പിന് ശേഷം പ്രശാന്ത് കിഷോർ DMKയുമായി അകലം പാലിച്ചു. ആന്ധ്രാപ്രദേശിൽ TDPയെ അധികാരത്തിലേക്ക് എത്തിക്കാൻ സഹായിച്ച ഷോർട്ട് ടേം കൺസൾട്ടൻസിയുമായി DMK കരാറുണ്ടാക്കിയെന്ന വാർത്തകളും പുറത്തു വന്നിരുന്നു. പിന്നാലെ പ്രശാന്ത് കിഷോർ അണ്ണാ DMKയ്ക്ക് വേണ്ടി തന്ത്രങ്ങൾ മെനയാനും ആരംഭിച്ചു. ഇവിടെയാണ് പ്രശാന്ത് കിഷോർ വിജയ് കൂടിക്കാഴ്ച ADMKയുടെ സഖ്യസാധ്യതകൾ തുറന്നിടുന്നത്. അതേസമയം DMK പ്രശാന്ത് കിഷോറിനെ തങ്ങൾക്കൊപ്പം തന്നെ നിർത്താനുള്ള ശ്രമങ്ങളും നടത്തുന്നു എന്ന അഭ്യൂഹങ്ങളും പരക്കുന്നുണ്ട്. ഐപാക്കിൻ്റെ സേവനം DMKയ്ക്ക് ലഭിക്കുക എന്നതിലുപരി മറ്റൊരു പാർട്ടിക്കും അത് ലഭിക്കാതിരിക്കുക എന്നതാണ് സ്റ്റാലിൻ്റെ തന്ത്രമെന്നും നിരീക്ഷിക്കപ്പെടുന്നുണ്ട്. അങ്ങനെ ഭയക്കാനും മാത്രമുണ്ടോ പ്രശാന്ത് കിഷോർ എന്ന രാഷ്ട്രീയ തന്ത്രജ്ഞൻ? ഉണ്ട് എന്നതാണ് വസ്തുത. നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്താൻ നിർണായക പങ്ക് വഹിച്ചതാണ് പ്രശാന്ത് കിഷോറും അദ്ദേഹത്തിൻ്റെ തന്ത്രങ്ങളും. പിന്നീട് ഒരുപാട് തെരഞ്ഞെടുപ്പുകളിൽ പ്രശാന്ത് കിഷോറിൻ്റെ പേരും ഉയർന്നു കേട്ടു. നിതീഷ് കുമാറിന് വേണ്ടി ബീഹാറിലും ക്യാപ്റ്റൻ അമരീന്ദർ സിംഗിന് വേണ്ടി പഞ്ചാബിലും മമതയ്ക്ക് വേണ്ടി വങ്കനാട്ടിലും അരവിന്ദ് കെജ്രിവാളിന് വേണ്ടി ഡൽഹിയിലുമെല്ലാം പ്രശാന്ത് കിഷോർ തേരുതെളിച്ചപ്പോൾ വിജയമുറപ്പിച്ചു. അങ്ങനെ ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സ്ട്രൈക്ക് റേറ്റുള്ള ഹൈപ്പേഡ് പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റായി തിളങ്ങി നിന്നപ്പോഴാണ് അദ്ദേഹം സ്വന്തം പാർട്ടി രൂപീകരിച്ച് കളം മാറ്റിച്ചവിട്ടിയത്. എന്നാൽ ഇപ്പോൾ വീണ്ടും പഴയ കുപ്പായമിട്ട് വിജയ്ക്കൊപ്പം പ്രശാന്ത് കിഷോർ ഇറങ്ങുമ്പോൾ DMKയുടെ നെഞ്ചിടിപ്പ് കൂടുമെന്ന് ഉറപ്പാണ്. മുഖ്യമന്ത്രി പദവിയിൽ കുറഞ്ഞൊന്നും പ്രതീക്ഷിക്കാതെ വിജയ് പോരാട്ടത്തിനിറങ്ങുമ്പോൾ ഒപ്പം പ്രശാന്ത് കിഷോറും ഉണ്ടെങ്കിൽ അതൊരു ഡെഡ്ലി കോംബോ തന്നെയാണ്. എന്താകും വരും ദിവസങ്ങളിൽ തമിഴക രാഷ്ട്രീയത്തിൽ സംഭവിക്കാനിരിക്കുന്നത്? സ്റ്റാലിൻ എന്ന പവർ പൊളിറ്റീഷ്യൻ്റെ ജനപ്രീതിയെ തകർത്ത് സിനിമയിലെന്ന പോലെ മുതലമച്ചർ കസേരയിലേക്ക് മാസ് എൻട്രി നടത്താൻ വിജയ്ക്ക് സാധിക്കുമോ? ഇളയ ദളപതി തമിഴ്നാടിൻ്റെ ദളപതിയാകുമോ? കാത്തിരുന്ന് കാണാം.